നമസ്കാരം. ശബരി സഭാ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അയ്യപ്പ യാത്ര എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏറെ ബഹുമാന്യായ പ്രശസ്ത ചലച്ചിത്രകാരൻ ശ്രീ സലീം കുമാർ അവർ ഇന്നിവിടെ നിർവഹിക്കുകയാണ്. ഈ ആപ്ലിക്കേഷനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് എത്തുന്ന അയ്യപ്പ ഭക്തർക്കായുള്ള സേവനങ്ങൾ ഞങ്ങൾ ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഒരുക്കുകയാണ്. ഏറെ ബഹുമാനായ സലീമേട്ടനെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ആപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്ക് ശബരിമല ദർശനവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും വളരെ സഹായകരമായ രീതിയിൽ വർത്തിക്കാനായിട്ട് അയ്യപ്പ ശബരി സേവാ ട്രസ്റ്റ് അയ്യപ്പ യാത്ര എന്ന് പറയുന്ന ഒരു ആപ്പ് ഇവിടെ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതിന് ട്രാവൽ അസിസ്റ്റൻസ്, വെർച്വൽ ക്യൂ, അന്നദാനം, മെഡിക്കൽ സൗകര്യങ്ങൾ എല്ലാം ഒരു അയ്യപ്പ ഭക്തന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ അയ്യപ്പ ഭക്തർ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിനോട് സഹകരിക്കണമെന്നും ശബരിമല ദർശനം വളരെ എളുപ്പമായ രീതിയിൽ ആക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി KPCCയുടെ ജനറൽ സെക്രട്ടറിയും ഞങ്ങളുടെ ഈ ആപ്പ് ഉണ്ടാക്കി പുതിയ തരത്തിൽ അയ്യപ്പ ഭക്തർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാൻ ആധുനിക രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ നിർദ്ദേശം വേറെ ബഹുമാനായ ശ്രീ സന്ദീപ് വാര്യർ അവരുടെ ആദരവ് ക്ഷണിച്ചു. ശബരിമല അയ്യപ്പ ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞ ഏറെക്കാലമായി ഈ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നഹാസ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ടീം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ്. അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അവരുടെ യാത്ര വളരെ സുഖകരമാക്കി മാറ്റാനുമുള്ള ഒരു സംവിധാനം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കണമെന്നൊരു നിർദ്ദേശമാണ് ഞാൻ നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഇന്ന് ഏറെ പ്രിയപ്പെട്ട ബഹുമാനായിട്ടുള്ള സലീം കുമാർ സാർ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് രാജ്യത്തുടനീളമുള്ള അയ്യപ്പ ഭക്തർക്ക് ശബരിമല യാത്ര ഏറ്റവും അനായാസകരം നിർവഹിക്കാൻ കഴിയുന്ന, ഈ തീർത്ഥാടനം അനായാസകരം നിർവഹിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഈ ആപ്ലിക്കേഷൻ ഒരുക്കിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഓപ്ഷൻസ് ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നു. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ ഒരു വലിയ നെറ്റ്വർക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ഒരു വലിയ സംവിധാനമായിട്ട് ഭാവിയിൽ മാറട്ടെ. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നിവിടെ ബഹുമാനായിട്ടുള്ള ശ്രീ സലീം കുമാറിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടത്. നമ്മുടെ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്ത ഏറെ ബഹുമാനായ ഡോക്ടർ ശ്രീജിത്ത് അവരുടെ ആദരവ് ക്ഷണിച്ചു. നാട്ടിൻ്റെ നേതൃത്വത്തിൽ വളരെ വർഷങ്ങളായി തുടർച്ചയായി അയ്യപ്പ ഭക്തർക്ക് സേവനങ്ങൾ ചെയ്തു നൽകുന്നതായിട്ട് എനിക്കറിയാമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് സന്ദീപ് വാര്യജിയുടെ നേതൃത്വത്തിൽ നഹാസ് നമുക്കിതിന് ഇങ്ങനെ ഒരു നിർദ്ദേശം നമ്മുടെ സന്ദീപ് വാര്യജി നൽകിയിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മളോട് സംസാരിച്ചു. അപ്പോഴാണ് ഇതേപോലെ ഒരു ആപ്പ്, ഒരു സന്നദ്ധ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഒരു വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആപ്പ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും തുടർന്ന് വളരെ വേഗത്തിൽ നമ്മൾ ആപ്പ് തയ്യാറാക്കി GCC ഡൈനാമിക്സ് എന്ന് പറയുന്ന എറണാകുളത്തുള്ള കമ്പനിയുടെ നേതൃത്വത്തിൽ നമ്മളത് നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രാഥമിക രീതിയിലാണ് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. സന്ദീപ് ജി പറഞ്ഞ പോലെ ലോകത്തുള്ള എല്ലാ ഭക്തരെയും, അയ്യപ്പ ഭക്തരെയും ഇതിലേക്ക് സന്നദ്ധ സംഘടനകളെ ഈ ആപ്പിലേക്ക് കൊണ്ടുവരികയും അതിൽ നിന്ന് ആർക്ക് ലോകത്തിലുള്ള ശബരിമല ദർശനം നൽകാനെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ വേഗത്തിൽ ആപ്പിൽ കൂടെ വേണ്ട സൗകര്യങ്ങൾ ലഭ്യം, അതായത് സൗജന്യ സേവനങ്ങൾ മാത്രമല്ല, ഈ വെർച്വൽ ക്യൂ, മറ്റ് അസിസ്റ്റൻസ്, എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കി അവർക്ക് സുഗമമായ ഒരു അയ്യപ്പ ദർശനം സാധ്യമാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ആപ്പിൽ ഉണ്ടാവുകയും വരുന്ന ദിവസങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെയും മറ്റ്
ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ചില പ്രവർത്തനങ്ങളെ കൂടെ ഇതിൽ ഏകോപിപ്പിച്ച് കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. താങ്ക് യു. ഈ ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഞങ്ങൾ ഈ സേവനം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുന്ന ഏറെ ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു വർഷം പോലും മുടക്കാതെ കൃത്യമായ രീതിയിൽ അയ്യപ്പ ഭക്തർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ആദ്യമായി എന്നോട് നിർദ്ദേശിച്ചത് ശ്രീ രമേശ് ചെന്നിത്തല അവറുകളാണ്. അന്ന് മുതൽ തന്നെ ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാവിധമായ സഹായ സഹകരണങ്ങളും ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും തരുന്ന GCC ഡ്രില്ലിംഗ് അക്കാദമിയുടെ ചെയർമാൻ ശ്രീ പ്രിൻസ് ഇവിടെയുണ്ട്. അദ്ദേഹം ഒരു വാക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധമായ പിന്തുണയും ഈ ആപ്ലിക്കേഷനും അതുപോലുള്ള അയ്യപ്പ ഭക്തർക്കും എൻ്റെയും കമ്പനിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഞാൻ ഉറപ്പു നൽകുന്നു. താങ്ക് യു.